CJP സമരവും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റും പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കിയേക്കും. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിന് പിന്നാലെ പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയാകാം എന്നൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് വർഷകാല സമ്മേളനം തടസ്സപ്പെടുത്താനെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. വിദ്യാർത്ഥികളെ രാഹുൽ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു. അതേസമയം പോലീസ് നടപടികളെ ഭയക്കാതെ സമരമുഖത്ത് തുടരുകയാണ് CJP അനുകൂലികൾ. ശരത്ലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തത്സമയം. ശരത്ലാൽ, നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ, നമ്മളൊരു 7 മണി കഴിഞ്ഞ സമയത്ത് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ CJP പ്രവർത്തകർ നിരവധി പേർ അവിടേക്ക് എത്തുകയും അവിടെ ഇരിക്കുകയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ സമയം 9 മണിയാകുന്നു. നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? അതൊന്ന്. രണ്ടാമത്തേത്, പാർലമെന്റിൽ ചർച്ച ആകാമെന്നൊരു തരത്തിലേക്ക് കേന്ദ്രം ആ രീതിയിൽ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്, ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നുണ്ട്. അത്രയേറെ അവരെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്നലത്തെ സമരം കൊണ്ട് കോൺഗ്രസിനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയത്തിൽ പാർലമെന്റിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം ശരത്? ഗുഡ് മോർണിംഗ് സഹലക്ഷ്മി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ജന്തർ മന്ദറിൽ നിന്ന് പുറത്തേക്ക്, അതായത് പാർലമെന്റിലേക്ക് വരുന്ന വഴിയിലാണ്. അവിടെ മുഴുവൻ പോലീസ് ഇപ്പോൾ വളരെ ശക്തമായ പോലീസ് വിന്യാസത്തെ നമുക്ക് കാണാം. കാരണം അത്തരത്തിലുള്ള ഒരു തരത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഒരാൾ പോലും, അതായത് ജന്തർ മന്ദറിൽ നിന്ന് സമരവേദിയിൽ നിന്ന് ഒരാൾ പോലും പുറത്തേക്ക് പോകാത്ത രീതിയിലേക്ക് അടച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണത്തിനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പാർലമെന്റ് 11 മണിക്ക് പാർലമെന്റ് ആരംഭിക്കുകയാണ്. ഏതായാലും പ്രക്ഷുബ്ധമായ പാർലമെന്റാണ്. ആ പാർലമെന്റിനെ സംബന്ധിച്ചോളം കാരണം MP-മാരടക്കം രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിനെ പരസ്യമായി പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പാർലമെന്റിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടുണ്ട്. അതും കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള ജന്തർ മന്ദറിൽ, അതായത് CJP സമരം നടത്തുന്ന ജന്തർ മന്ദറിന്റെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് ഇപ്പോൾ റൗണ്ട് ചെയ്തിരിക്കുന്നു. കാരണം ഇനി ഇവിടെ നിന്ന് ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പാർലമെന്റിലേക്കോ അല്ലെ പുറത്തേക്കോ വിദ്യാർത്ഥികൾ പോകാൻ പാടില്ല. ഈ രീതിയിലേക്കുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി, വളരെ സംഘർഷം തന്നെ തുടരുന്നു. കാരണം ഇപ്പോൾ തന്നെ 2000-ഓളം പേര് ഇപ്പോൾ ഈ ജന്തർ മന്ദർ സമരവേദിയിലുണ്ട്. നമ്മളത് നേരത്തെ കാണിച്ചതാണ്. അത്രയും ഇപ്പോൾ പല സ്ഥലത്ത് വെച്ചിട്ടും വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നത് തടയുന്ന ഒരു പ്രവണതയുമുണ്ട്. പോലീസ് ജാഗരൂകരായിരിക്കുന്നു. ഇനി കൂടുതൽ പോലീസുകൾ സ്ഥലത്തേക്ക്, അവിടെ പോലീസ് റാപ്പിഡ് ടിയർ ഗ്യാസ് അടക്കമുള്ള പോലീസ് പുതിയ കമ്പനി പോലീസുകൾ എത്തുന്നു എന്ന രീതിയിലേക്കാണ്. ഇവിടെ ഇനി എന്താണ് സംഭവിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, പോലീസിൻ്റെ ഒരു ബിൽഡപ്പ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരവസ്ഥയിലാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഇടതുപക്ഷം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥികളുടെ സമരത്തിന് പരിപൂർണ്ണ പിന്തുണയുണ്ട്. അതുപോലെ ആം ആദ്മി പാർട്ടിയും ഇതുതന്നെ വ്യക്തമാക്കി. കോൺഗ്രസിനെ സമരത്തെ വിമർശിച്ചെങ്കിലും ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളെ സമരത്തിനെ ശക്തമായി പിന്തുണക്കുന്നു എന്നുള്ളതാണ്. അതോടുകൂടി ഇന്ന് ഡൽഹിയിലെ ന്യൂഡൽഹിയിലൊക്കെ തന്നെ കനത്ത പോലീസ് സന്നാഹമുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വഴിയില്ല. കാരണം എന്തായിരിക്കും ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാട്? ഇന്ന് പാർലമെന്റിൽ എന്തായിരിക്കും അവരെ പ്രക്ഷോഭം, അല്ലെങ്കിൽ അവരെ സ്പീക്കർക്ക് പരാതി കൊടുക്കുമോ? തങ്ങൾക്കെതിരെ കയ്യേറ്റമുണ്ടായി, MP-മാർക്കെതിരെ കയ്യേറ്റമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് പാർലമെന്റിൽ ഇനി കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ, ചുവടുവെപ്പ് എന്താണെന്ന് വളരെ രഹസ്യമാണ്. നേരത്തെ ഇന്നലെ മന്ത്രി ജിതേന്ദ്ര സിംഗ് വന്ന് സംസാരിച്ചിട്ടും അതിലൊരു സമവായം ഉണ്ടായില്ല. ഇപ്പോഴും CJP ആണെങ്കിലും അതേപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അതിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചകളൊന്നും NDയിൽ നിന്നും എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, രാജ്യത്തെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്ന പരാമർശം ഇന്ന് പോലും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് NDയുടെ നീക്കം?
വളരെ പ്രധാനമുള്ള ഒരു ചോദ്യമാണ്, അല്ലെ പ്രാധാന്യം ഇന്ത്യ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സേതുലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. BJP ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണം ഇന്നലെ രാത്രിയോട് തന്നെ അതായത് ഗുഡ്ഗാവിലെ പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന, അല്ലെ ഗുഡ്ഗാവിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ കിടക്കുന്ന വാൻചുക്കിനെ കാണാൻ അതുപോലെ ജിതേന്ദ്ര സിംഗും പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഓഫീസിൻ്റെ സ്വതന്ത്രമുള്ള ജിതേന്ദ്ര സിംഗും അതേപോലെ തന്നെ മൂന്നാമനായ BJPയിലെ മൂന്നാമായ മുൻ പ്രസിഡന്റ് JP നഡ്ഡയും ഇന്ന് ചർച്ച നടത്തിയിരുന്നു. അതുകൊണ്ട് സർക്കാർ ഒരു ബ്ലാക്ക് ഡോർ ഡിപ്ലോമസിക്ക് ശ്രമിക്കുന്നു CJPI എന്നൊരു സൂചനയാണ് ഇതിൽ കാണുന്നത്.